വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 6th ഡിസംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 8th ഡിസംബർ മുതൽ 12th ഡിസംബർ വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിലെ വീഡിയോയിലും ഈ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്നതിന്, ഗ്രൂപ്പ് മെസ്സേജ് അയക്കുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞങ്ങൾ എല്ലാ ക്ലയൻസിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയക്കാറുണ്ട്. അതിപ്പോൾ അയക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറേയധികം ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ കുറേയധികം പേര് അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പേഴ്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളവിടെ പബ്ലിഷ് ചെയ്യുന്ന അതേ സമയം തന്നെ ലഭിക്കും. അപ്പോൾ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അലർട്ട് ലഭിക്കും. അതും ഒരുപക്ഷെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വാട്സപ്പ് മെസ്സേജായിട്ട് നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭിക്കും. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റി പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള ഒരു 26,325 ടെസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് 16 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 26,186 കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നിഫ്റ്റി ഇപ്പോൾ പുതിയ ഉയരങ്ങൾ എല്ലാ ആഴ്ചയും കുറിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം മാർക്കറ്റിൽ ഇപ്പോൾ രണ്ട് ഡയറക്ഷനിൽ മേജറായിട്ടുള്ള നിഫ്റ്റിയോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുള്ള മേജർ സ്റ്റോക്കുകളെല്ലാം മുകളിലേക്ക് പോകുകയും നിഫ്റ്റിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും അതേസമയം മിഡ് ക്യാപ് സ്റ്റോക്കുകളും പലതും ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ വീണ്ടും ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തത് കൊണ്ട് തന്നെ വീണ്ടും ലോവർ ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡൈവർജൻസ് ആണ്. എന്തായാലും പല സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള വളരെ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒരു റിക്കവറി വരും ദിവസങ്ങളിൽ വരും. എന്തായാലും ഡിസംബർ മന്താണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം കാലണ്ടർ ഇയർ എൻഡാണ് അവരുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ടുള്ള ബൈയിങ് ഒന്നും FIs കാര്യമായിട്ട് ഇനി ഡിസംബറിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മൂഡിൽ തന്നെയായിരിക്കും ഡിസംബറിലെ ഇനിയുള്ള ദിവസങ്ങളിലും മൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഡിസംബറിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കി മാർക്കറ്റ് മൂവ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളധികം വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് ജനുവരിയിൽ 2026 കടക്കുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സ് ജസ്റ്റ് 5 പോയിൻറ്റ്സ് ഉയർന്ന് 85,712 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ് ഇൻഡെക്സ് ആണെങ്കിൽ 448 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനോടുകൂടി 60,594 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 321 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് 17,507 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി റിവ്യൂയുടെ റിസൾട്ട് വന്നപ്പോൾ റീപ്പോ റേറ്റ് 0.25% കുറച്ച്, അല്ലെങ്കിൽ 25 ബേസിസ് പോയിൻറ്റ്സ് കുറച്ച് 5.25%ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 5.5 ആയിരുന്നത് ഇപ്പോൾ 5.25%ലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 പോളിസി റിവ്യൂ മീറ്റിംഗ്സിലും 5.5 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത റീപ്പോ റേറ്റ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കുറയുന്നത് കൊണ്ട് കൂടുതൽ മാർക്കറ്റിന് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട്, എക്കണോമിക് സപ്പോർട്ടിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്കിങ്, അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഹൗസിംഗ് സെക്ടറിലൊക്കെ ഉള്ള കമ്പനികളും ബാങ്കിങ് കമ്പനികളിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഈ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ
RBI അടുത്ത ഈ ഫിനാൻഷ്യൽ ഇയർ 2026 GDP-യുടെ ഫോർകാസ്റ്റ് 7.3%ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇത് 6.8% ആണ് RBI ഇത്രയും നാളും എക്സ്പെക്റ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ GDP-യുടെ ഫോർകാസ്റ്റ് ഇപ്പോൾ 6.8%-ൽ നിന്നും 7.3%-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഒരു ഡിസിഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം GDP-യുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന സെക്കൻഡ് ക്വാർട്ടറിൻ്റെ GDP 8.2%-ൻ്റെ ഗ്രോത്തും അതുപോലെ ഉള്ള ഇപ്പോഴത്തെ വീണ്ടുമുള്ള റീപ്പോ റേറ്റിൻ്റെ കട്ടും ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്കറിയാം കറൻസി കഴിഞ്ഞ ദിവസങ്ങളിൽ 90 എന്നുള്ള ഒരു മാർക്ക് ടച്ച് ചെയ്യുകയുണ്ടായി. ഈ 90 എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് RBI കാര്യമായിട്ട് ഇൻ്റർവെൻ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഈ നമുക്കറിയാം ഈ താരിഫിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ മൂലം എക്സ്പോർട്ടേഴ്സ് കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആയിരിക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കറൻസിയിൽ കാര്യമായിട്ട് ഇൻ്റർവെൻ ചെയ്യാതെ കറൻസി കുറേ കൂടെ വീക്ക് ആവുന്നതിന് വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ RBIയുടെ ആക്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വോറൻ ബഫയുടെ ഒരു കോട്ടാണ് ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, അതുപോലെ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ള ഒരു കോട്ട്. ഇതിലെ ആദ്യത്തെ പോർഷൻ, അതായത് ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി എന്നുള്ള ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം എല്ലാവരും മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ട് വരികയും കുറേയധികം നമുക്ക് ഈവൻ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയും അതുപോലെ മാർക്കറ്റ് ഒരു വളരെ ബുള്ളിഷായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുകയും ഏത് സ്റ്റോക്ക് വാങ്ങിയാലും കുറേയധികം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷനും അതൊരു മൊത്തത്തിലൊരു യൂഫോറിയയുടെ ഒരു സിറ്റുവേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു സമയത്ത് നമുക്ക് വലിയ പ്രോഫിറ്റുകളൊക്കെ നമ്മുടെ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്ക് കുറച്ച് 6 സിംറ്റംസ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേയധികം സ്റ്റോക്കുകൾ വളരെ താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലരും നമുക്ക് നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു 1.5 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ആവേശത്തോടുകൂടി സംസാരിച്ചിരുന്ന പലരും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവില്ല. അവർക്ക് അതിൽ തീരെ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനും ഇതുപോലെ നമ്മുടെ പോർട്ട്ഫോളിയോകൾ ബിൽഡ് ചെയ്യാനൊക്കെ വളരെ നല്ലത്. അത് രണ്ട് സിറ്റുവേഷൻസാണ്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിരിക്കുന്ന നിൽക്കുന്ന സമയത്ത് മാക്സിമം പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യും. അതേസമയം എല്ലാവരും ഒരു കറക്ഷൻ്റെ സിറ്റുവേഷനിൽ പാനിക്കായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് വളരെ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു കോട്ട് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ കോട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്നുകിൽ നമ്മൾ മാർക്കറ്റ് ഒരു ഗ്രീഡി ആയിട്ടുള്ള സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഫസ്റ്റ് സെഗ്മെൻറ്റിലും, അതായത് ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിലാണ് വരുന്നത്. അതായത് നമുക്കറിയാം നിഫ്റ്റി തന്നെ പുതിയൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് നമുക്കറിയാം കുറേ മാരുതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ലൈഫ് ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം മിഡ് ക്യാപ്സ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ്. അതായത് പല സ്റ്റോക്കുകളും വളരെ ബീറ്റൺ ഡൗൺ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവിടെയാണെങ്കിൽ ആരും തന്നെ പുതിയതായിട്ട് സ്റ്റോക്കുകൾ വാങ്ങുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ
അതുപോലെ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ വളരെ സെലക്റ്റീവായിട്ട് ഞാൻ എല്ലാ സ്റ്റോക്കുകളെയും അല്ല പറയുന്നത്, ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളും ഫിനാൻഷ്യൽ മോഡൽസ് നല്ലതായിട്ടുള്ള സ്റ്റോക്കുകളും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ളൊരു സിറ്റുവേഷൻ കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പറയുന്നത്. ഇതെൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്. അതിന് ഒരു കാരണം, ഈ ഒരു കോട്ട് ഞാൻ 2020 കോവിഡിൻ്റെ ഒരു കറക്ഷൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുകയുണ്ടായി. അന്ന് ആ ഒരു വീഡിയോൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. അന്ന് ഞാൻ മാർക്കറ്റ് ഒരു 12,000 മുകളിൽ നിന്ന് വലിയൊരു കറക്ഷൻ കഴിഞ്ഞ് ഒരു 8,000 താഴേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ചെറിയൊരു പോർഷൻ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. കാരണം മാർക്കറ്റിൻ്റെ ഒരു പാനിക് സിറ്റുവേഷനിൽ എങ്ങനെ അതിനെ ഉപയോഗിക്കണമെന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളായിരുന്നു അന്ന്. ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോയിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ കോവിഡിൻ്റെ ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ നിന്നും ഒരു വാക്സിൻ വരുന്ന ഒരു സമയത്ത് നമ്മൾക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ വരുന്നൊരു സമയത്ത് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും റിക്കവറി വരുന്നത് എന്നുള്ളതും ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എങ്ങനെ പ്രോഫിറ്റ് നേടും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളതിൽ നിന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിതുപോലെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരൂസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കോട്ടുകളൊക്കെ, അതായത് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ള ആ കൃത്യമായിട്ടുള്ളൊരു കാര്യം. അതായത് എല്ലാവരും വളരെ പേടിച്ച് പാനിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് വാങ്ങേണ്ട സിറ്റുവേഷനെ കുറിച്ച് പലപ്പോഴും നമ്മൾക്ക് പ്രാക്ടിക്കലി അത് ചെയ്യുന്ന സമയത്ത് വളരെ എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കോവിഡിൻ്റെ ആ ഒരു വലിയ ക്രാഷ്. അവിടെ അത് അപ്ലൈ ചെയ്യാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഇനി വരുന്നൊരു സാഹചര്യം ഇങ്ങനെ ഉപയോഗിക്കും എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് നമ്മളതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. അതുപോലെ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മളത് ആ റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യും എന്നുള്ള വളരെ ഡെഡിക്കേറ്റഡായൊരു തീരുമാനം ഉണ്ടെങ്കിലാണ് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ആകുന്തോറും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് പിന്നെ വരുമ്പോൾ നമുക്കത് വളരെ ബോൾഡായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ലഭിക്കും. അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയുടെ ചെറിയൊരു പോർഷൻ ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. ഇതിന് ഒരു കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായതിന് ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് എന്നാണ് നമുക്ക് അങ്ങനെയാണ് അതിൽ വിളിക്കുന്നത്. ഇതിന് മുമ്പും പലപ്പോഴും ഈ നമ്മൾ ഇന്റർനാഷണൽ ഇതിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും, അതുപോലെ ഈ സ്പാനിഷ് ഫ്ലൂ ഉണ്ടായപ്പോഴും വേൾഡ് വാർസ് ഉണ്ടായപ്പോഴും ഒക്കെ നമുക്ക് മുമ്പും കണ്ടിട്ടുള്ളതാണ്. 1987 ഡോ ജോൺസ് ഒരിക്കൽ 22.32% ഒരിക്കലും ഇതുപോലെ ക്രാഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് പലപ്പോഴും ഒരു 10 വർഷത്തിലേക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ കണ്ടത്. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കിംഗ് ഇവന്റ് തന്നെയായിരുന്നു തേഴ്സ്ഡേയും ഫ്രൈഡേയും ആയിട്ട് നടന്നിട്ടുള്ളത്. പക്ഷേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തേഴ്സ്ഡേ നല്ല രീതിയിൽ ഷോർട്ട് പോകാനും അതുപോലെ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻസിലൂടെ പ്രോഫിറ്റ് നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ ഫ്രൈഡേയിൽ മാർക്കറ്റിന്റെ റിക്കവറി ഇത്രയും വലിയൊരു ഷാർപ്പ് റിക്കവറി ആയതുകൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ സ്റ്റോക്സ് താഴെ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കൃത്യമായിട്ടൊരു സിഗ്നൽ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്സ് താഴെ ലെവലിൽ കൂടുതൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് മാർക്കറ്റിന്റെ ഒരു ഓവർഡൺ ആണ് ഈ ഒരു ഫിയർ എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി. എന്തായാലും 8,800 ലെവലിൽ നിഫ്റ്റിയുടെ ഒരു ബോട്ടം ഫോം ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷമുള്ള മാർക്കറ്റിന്റെ റിക്കവറിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ കുറേയധികം പോസിറ്റീവ് ന്യൂസുകൾ നമുക്ക് ഈ കൊറോണ വൈറസിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അധികം വൈകാതെ ഒരു വാക്സിൻ വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് തന്നെ ഒരു 3rd സ്റ്റേജിലേക്കൊക്കെ പോകാതിരിക്കാവുന്ന രീതിയിലുള്ള എങ്ങനെയാണ് ഇതിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള മറ്റു രാജ്യങ്ങളുടെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഇന്ത്യക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിനും ഇതിന് അധികം സ്പ്രെഡ് ആവാതെ തന്നെ കണ്ടെയ്ൻ ചെയ്ത്
തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് ഒരു ബോട്ടം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത 8555 എന്നുള്ളൊരു ലോ നമുക്കൊരു പക്ഷേ ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു ലോവർ ലെവലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മാർക്കറ്റ് ഇപ്പോൾ ഒരു റീബൗണ്ടിന്റെ ഒരു പാതയിലാണ്. നമുക്ക് നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കുറച്ചുകൂടെ പേഷ്യൻസോടുകൂടി വരും ദിവസങ്ങളിലും വൊളാറ്റിലിറ്റി ഉണ്ടാകും. എന്തായാലും വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വാറൻ ബഫേയുടെ ഒരു സേയിങ് ഉണ്ട്, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ഓർ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളത്. ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ള ആ ഒരു കാര്യം, അതായത് നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ള, നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള അത് അന്ന് ഞാൻ പറയുന്ന ആ ഒരു വീഡിയോ ചെയ്യുന്നത് 2020 മാർച്ച് 15 ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് നിഫ്റ്റി 8800 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ക്രാഷ് കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വിറച്ച് നിൽക്കുന്ന ഒരു ഡേയ്സ് എന്ന് തന്നെ പറയാം. കാരണം അതുപോലെ ഹെവി ആയിട്ടുള്ള മാർക്കറ്റ് ക്രാഷ് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ എല്ലാ മാർക്കറ്റ്സും ക്രാഷ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമുക്ക് പല കമ്പനികളും, ടാറ്റ ഗ്രൂപ്പിൻ്റെ, ടാറ്റ കെമിക്കൽ പോലെയുള്ള കമ്പനികളൊക്കെ അതൊക്കെ ഞങ്ങൾ ഈവൻ 200 ലെവലിലേക്കാണ് ആ സ്റ്റോക്കിന് ബൈ ചെയ്തത്. അതിനുശേഷം ആ സ്റ്റോക്കൊക്കെ 1000 ലെവലിന് മുകളിലേക്കൊക്കെ മൂവ് ചെയ്തൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ്, ഇതിനൊരു സിമിലർ ഇവൻ്റ് ആയിരുന്നു ഹിഡൻബർഗിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ. നമ്മൾ അഡാനി ഗ്രൂപ്പിൽ നിന്നുള്ള അദാനി പോർട്സിനെ നമ്മളൊരു 530 ലെവലിലൊക്കെ ബൈ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ അദാനി പോർട്സ് പിന്നീട് 1500 മുകളിലേക്കൊക്കെ പോയത്. അപ്പോൾ ഇതുപോലെയുള്ള ഈവൻസ് പിന്നെയും പലപ്പോഴും വരും. അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ നോളേജ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് വീണ്ടും വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, അതുപോലെ തന്നെ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നൊരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്കുകൾ എല്ലാവരും പാനിക്കായിട്ട് നിൽക്കുമ്പോൾ വാങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം. അപ്പോൾ എപ്പോഴും നമുക്ക് ഫണ്ട് കുറച്ച് നമ്മുടെ കയ്യിൽ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിന് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഡിസ്കൗണ്ടർ റേറ്റുകളിൽ പലപ്പോഴും സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ സ്റ്റോക്കുകളുടെ ഒരു ഇൻട്രൻസിക് വാല്യൂവിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് പലപ്പോഴും പല ഷോർട്ട് ടൈം ഈവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ക്വാർട്ടറിൻ്റെ റിസൾട്ട് മോശമായതുകൊണ്ട് പോലും ചിലപ്പോൾ സ്റ്റോക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ആ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസിൽ നിന്നും ഒരു കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കാര്യം പോയിന്റ് നമ്മളെപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള നല്ല സ്റ്റോക്കുകൾ ഭയന്ന് വിൽക്കാതിരിക്കുക, ഫിയർ സിറ്റുവേഷൻസിൽ വിൽക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. അതുപോലെ ഈ ഗ്രീഡ് ആൻഡ് ഫിയർ എന്നുള്ള സിറ്റുവേഷനും മറ്റൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നുള്ള ഒരു മൊമെൻറ്റം ഓസിലേറ്റർ ഉണ്ട്. അത് രണ്ടും എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമുകളിലും ലഭിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററാണ് RSI എന്ന് പറയും, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ഉള്ളത്. ഇതൊരു 0 to 100 റീഡിങ്ങിലാണ് ഉള്ളത്. ഈ റീഡിങ്ങിൽ അതിലൊരു 70 റീഡിങ്ങിൽ നിൽക്കുമ്പോൾ ഓവർബോട്ടാണ് മാർക്കറ്റ് എന്നുള്ളതും, അതായത് സ്റ്റോക്ക് ഓവർബോട്ടാണ്, സ്റ്റോക്ക് ഒരു കറക്ഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് ബേസിക് ആയിട്ടുള്ള അർത്ഥം. അതിനെല്ലാ ടെക്നിക്കൽ അനാലിസിസിൽ എല്ലാ കാര്യത്തിനും അത് 100% കറക്റ്റ് ആവണമെന്നില്ല. ബേസിക്കലി ഒരു സ്റ്റോക്ക് പക്ഷേ വളരെ ബുള്ളിഷായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
അത് കണ്ടിന്യൂ ചെയ്ത് പോയി 70ക്ക് മുകളിലും പോയെന്നിരിക്കും, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ബേസിക്കലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു സ്റ്റോക്ക് ഓവർബോട്ടാണ് എന്നുണ്ടെങ്കിൽ 70 എന്നുള്ള റീഡിങ്ങിലേക്കും, അതേസമയം ഓവർസോൾഡ് ആണെങ്കിൽ ഒരു സ്റ്റോക്ക് വളരെ ബീറ്റൺ ഡൗൺ ആയി കഴിഞ്ഞാൽ അതൊരു 30 ലെവലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയിങ് ലെവലിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാഷണൽ അലുമിനിയം കമ്പനി എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് നോക്കുക, ഒരു 262 ലെവലിൽ നിന്നും വലിയൊരു കറക്ഷനിലൂടെ കടന്നു വന്ന് 137 എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം RSI താഴെയുള്ള റെഡ് ലൈനിൽ RSI 70 ലൈനും, ഞാൻ RSI അതിന് താഴെ ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് RSI 40 ആണ്. കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് RSI 70 30 ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി RSI 30 വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ 30 ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണെങ്കിൽ അതിൽ ബൈയിങ് വരികയും സ്റ്റോക്ക് പ്രൈസ് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ 30 ടച്ച് ചെയ്യാതെ തന്നെ മുകളിലേക്ക് വീണ്ടും RSI മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ RSI 40 എന്ന ലെവൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒരു ലോട്ട് വാങ്ങാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം, എങ്കിലേ നമുക്ക് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയുള്ളൂ. 40 വരുമ്പോൾ അതിന് താഴെ വരുമ്പോഴൊക്കെ നമുക്ക് സ്റ്റോക്ക് പല ലെവലിലായിട്ട് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ട ഒരു ലെവലാണ്. നമുക്ക് ആ സ്റ്റോക്ക് 40 വന്നതിന് ശേഷം ഈ 137 ലെവലിൽ നിന്ന് ആ പ്രൈസ് വീണ്ടും റീബൗണ്ട് ചെയ്ത് 274 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് RSIയുടെ ഒരു യൂസ്. അതിൻ്റെ മറ്റൊരു ചാർട്ടിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കൂ, 137 ലെവലിൽ വരുമ്പോൾ മാർക്കറ്റ് ഒരു ഫിയർ സിറ്റുവേഷനിലാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഭയന്ന് ഈ സ്റ്റോക്കിന് എന്ത് ചെയ്യണം, വിറ്റ് കളയണോ എന്നുള്ള ആ ഒരു ഭീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ 137 ലെവലിൽ വരുന്നത്. അവിടെയാണ് ഫിയർ എന്ന് പറയുക. അവിടെയാണ് നമ്മൾ ആക്ച്വലി ആ ഫിയർ ഈസ് ഈക്വൽ ടു ബൈ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഒക്കെ വളരെ നല്ല ലെവലിൽ നമുക്ക് ബൈയിങ്ങിന് ലഭിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് എല്ലാവരും ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് തന്നെയാണ് നമുക്ക് കാണാം RSI 40 താഴെ 30 അടുത്തേക്കൊക്കെ താഴെ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി സ്റ്റോക്കിൻ്റെ നമ്മൾ ആ ഗ്രീഡ് ആൻഡ് ഫിയർ എന്നുള്ള സിറ്റുവേഷൻ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ഫിയർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ RSI 40 താഴെ നിൽക്കുന്ന സിറ്റുവേഷനിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിന് ഓൾമോസ്റ്റ് ഒരു 135 ലെവലിലൊക്കെ വാങ്ങാൻ സാധിക്കും. അവിടെ നിന്ന് 135 അല്ല 140 താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കും. പിന്നീടുള്ള ആ റാലി 270 ലെവലിലേക്കുള്ള റാലിയിൽ നമുക്ക് വിറ്റ് വലിയ പ്രോഫിറ്റ് നേടാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കാണാവുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ അടുത്തൊരു ഇൻവെസ്റ്റർ ചോദിച്ച ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസാണ് ഞാൻ ഇനി സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഗ്രീഡ് ആൻഡ് ഫിയർ എന്നുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഒരു ഫിയർ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് JTL ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു കമ്പനിയുടെ ചാർട്ടാണ്. ഈ സ്റ്റോക്ക് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് ഒരു 150ക്ക് താഴെയുള്ള ആ ഒരു ലെവലിലാണ്. പക്ഷേ നമുക്കറിയാം ഈ സ്റ്റോക്ക് ആക്ച്വലി മുമ്പ് ട്രേഡ് ചെയ്തിരുന്ന ഒരു 300 ലെവലിലാണ്. അത് സ്പ്ലിറ്റ് ആയതിനു ശേഷമാണ് അപ്പോൾ 300ന് പകരം 150 എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇപ്പോൾ അത് സ്റ്റോക്ക് ഒരു വലിയൊരു കറക്ഷനിലൂടെ കടന്നു പോയിട്ട് 62 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് നമ്മൾ കാണാം ഈ സ്റ്റോക്കിൻ്റെ ഒരു RSI ഒരു 40 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു ഓവർസോൾഡ് ലെവലിലാണ്, അതായത് ഒരു ബൈയിങ്ങിൻ്റെ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലരും ചെയ്യാൻ സാധ്യതയുള്ളൊരു അബദ്ധം ഈ ഒരു ലെവലിൽ ഭയന്ന് സ്റ്റോക്കിനെ വിൽക്കും എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫ് സൈക്കിളിൽ ചെയ്യാവുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാകേഷ് ജുഞ്ചുംവാല സാറിനെ പോലെയൊക്കെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മാർക്കറ്റിൻ്റെ ഒരു മോശം സൈക്കിളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ഒരു 40 or 50% പോലും കറക്റ്റ് ചെയ്താലും നമ്മൾ ആ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്തുകൊണ്ടും കുറച്ചുകൂടെയൊക്കെ നമ്മൾ ആ സ്റ്റോക്കിന് കുറേ കൂടെ ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവന്നും നമ്മൾ
ആ മാർക്കറ്റിൽ നിലനിൽക്കുകയാണെങ്കിൽ ആണ് നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതൊരു മേജറായിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും പറയുന്ന ഒരു പോയിൻ്റാണ്. അത് അവരുടെ അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു തീരുമാനം, നമ്മൾ ഈ സ്റ്റോക്കിനെ ഇനിയും കണ്ടിന്യൂ ഹോൾഡ് ചെയ്യണോ എന്നുള്ള ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്ത് ഒരു സെല്ല് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾക്ക് തോന്നാം. ഇതൊരു സൈക്കോളജിക്കലി നമ്മൾ മൊത്തത്തിൽ ബേസിക്കലി നമ്മൾ ആകെ ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇനിയും ലോസ് വന്നാലോ എന്നുള്ള ഭയന്ന് വിൽക്കാണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ, പ്രത്യേകിച്ച് പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്നവരൊരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ ഫേസ് കാണാത്തവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ മറ്റ് ഡാറ്റാസും കൂടെ നോക്കണം. ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് കാണാം, RSI എന്നുള്ളത് ഈ സ്റ്റോക്ക് ഓവർസോൾഡ് ആണ്, അത് മാർക്കറ്റിൻ്റെ ട്രെൻഡിൻ്റെ ഒരു പ്രോബ്ലമാണ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു കറക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ നമ്മളത് ആ സമയം കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറുകളുടെ റിസൾട്ട്സ് എടുത്ത് നോക്കുക. അതേസമയം നമുക്ക് നോക്കുമ്പോൾ കാണാം സെപ്റ്റംബർ ക്വാർട്ടറിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഈ കമ്പനിയുടെ റിസൾട്ട് വരുന്നത് 21.4 crores പ്രോഫിറ്റാണ് JTL ഇൻഡസ്ട്രീസ് എന്നുള്ള ഈ കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിൻ്റെ റിസൾട്ടായിട്ട് നോക്കുമ്പോൾ 26.4 crores ആയിരുന്നു ആ ക്വാർട്ടറിൻ്റെ. അതായത് ഒരു 18.7% കുറവുണ്ട്. അതൊരു വലിയ കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ 150 ലെവലിൽ നിന്നും 62 ലെവലിലേക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു റീസണായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സെപ്റ്റംബറിന് ശേഷമുള്ള ക്വാർട്ടറിൽ ഇപ്പോൾ നമുക്ക് കാണാം, പിന്നെയുള്ള ഡിസംബറിൻ്റെ 24 ക്വാർട്ടറിൽ 24 crores ആയിരുന്നു പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ മാർച്ച് 25 16.8 crores പ്രോഫിറ്റ് ആയിരുന്നു. ജൂൺ 25 16.3 crores പ്രോഫിറ്റ് ആയിരുന്നു. അതായത് ചെറിയൊരു ഡിപ്പ് പിന്നീടുള്ള ഡിസംബറും മാർച്ചും ജൂൺ ക്വാർട്ടറുകളിലൊക്കെ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ വന്നു എന്നുണ്ടെങ്കിൽ ഈ ജൂൺ 25 ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 16.3 crores പ്രോഫിറ്റ് 21.4 crores പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കോസ്റ്റ് ഇൻക്രീസിൻ്റെയോ അതുപോലെയുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ടായിരിക്കാം ഇതിനിടയിലൊക്കെ കുറച്ച് പ്രോഫിറ്റ് ഒന്ന് ഡിപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രോഫിറ്റ് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ഈ സ്റ്റോക്കിന് ഫിനാൻഷ്യലി വേറെ പ്രശ്നമില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ നോക്കുക, കമ്പനിയുടെ മറ്റൊരു അനാലിസിസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ JTL ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ 17.4% പാസ്റ്റ് 3 yearsന് കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 17.4% ആണ്. അതുപോലെ തന്നെ ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 24.94% എന്നുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമുള്ള റിട്ടേൺ ആണ്. അതേസമയം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി പ്ലസ് നമ്മൾ ഡെറ്റ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളത് കഴിഞ്ഞ 3 വർഷത്തെയും 22.9% ആണ്. അതുപോലെ കമ്പനിയുടെ ഡെറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു വെർച്വലി ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 30.87 times ഉണ്ട് കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അപ്പോൾ കമ്പനി വളരെ നല്ല രീതിയിലാണ് ഫിനാൻഷ്യൽ പൊസിഷൻസ് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ്, കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ ഈ കമ്പനിയുടെ ഹോൾഡ് ചെയ്യുന്നത് 48.9% കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒരു 1.9% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3.4% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു രീതിയിൽ പ്രൊമോട്ടറും മ്യൂച്വൽ ഫണ്ടും FIസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് 45.5% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് കാണാം. അതേസമയം നമുക്ക് പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 5 ക്വാർട്ടറായിട്ടും 48.9% തന്നെയാണ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈസ് താഴുന്നത് പ്രൊമോട്ടർ സെല്ല് ചെയ്യുന്നതുകൊണ്ടല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതും ചെറിയൊരു പെർസെൻറ്റേജിൻ്റെ സെല്ലിംഗ് ഒക്കെ ചില സമയത്ത് പ്രൊമോട്ടേഴ്സ് ഏതെങ്കിലുമൊക്കെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ വിൽക്കും. അതിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പ്രൊമോട്ടറിൻ്റെ ഹോൾഡിങ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ അതായത് ഒരു പ്രൊമോട്ടർക്ക് കമ്പനിയുടെ ഫ്യൂച്ചറിനെ പറ്റി വളരെ നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കൂ,
നമ്മളൊരു ഒരു പക്ഷേ ഒരു 3000 ഷെയർസോ അല്ലെങ്കിൽ ഒരു 5000 ഷെയർസോ മാക്സിമം ഒരു 10,000 ഷെയർസൊക്കെ ആയിരിക്കും നമ്മൾ ഈ JTL ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയുടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 39.31 ക്രോർസിൻ്റെ ടോട്ടൽ ഷെയർസാണ് ഈ JTL ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിക്കുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് പ്രൊമോട്ടർ ഇതിൽ 48%-ലധികം ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 19 ക്രോർസോളം ഷെയർസാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 1169 ക്രോർസോളം ഉണ്ടാവും അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 1000 ക്രോർസ്, അതായത് 48%, അതായത് ഒരു 19 ക്രോർ ഷെയർസോളം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു സിറ്റുവേഷനിലും ആൾ വിൽക്കുന്നില്ല, അത് ഹോൾഡ് ചെയ്യുകയാണ് പ്രൊമോട്ടർ. ഇതിൽ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്, കമ്പനി പ്രോഫിറ്റിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഈ കമ്പനിയുടെ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയെ നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരു പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്ന അതേ മൈൻഡ് സെറ്റോടുകൂടി ഹോൾഡ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒരു കമ്പനിയുടെ മോശം സമയത്ത് നമ്മൾ ആ കമ്പനിയുടെ കൂടെ നിൽക്കണം. ആ സമയം കമ്പനി വലിയ ഏതെങ്കിലുമൊക്കെ ലീഗൽ ഡിസ്പ്യൂട്ട്സിലോ അതുപോലെയുള്ള ഇഷ്യൂസിലൊക്കെ പെടുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഫിനാൻഷ്യലി അനലൈസ് ചെയ്യുമ്പോഴും പ്രൊമോട്ടറിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കമ്പനി ആകുമ്പോൾ പ്രൈസ് കറക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു സൈക്കിളിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഒരു കറക്ഷൻ കൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. നമുക്ക് ഫണ്ട്സ് അവൈലബിൾ ആണെങ്കിൽ കുറേ കൂടെ സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചും ചിന്തിക്കാം. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കിനെ ഒരു കാരണവശാലും നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയരുത്, കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് JTL ഹോൾഡ് ചെയ്യുക, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക. ഒരു പക്ഷേ കുറച്ച് പീരീഡ് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം, പക്ഷേ അവിടെ പേഷ്യൻസ് കാണിച്ചാൽ അതിനുശേഷം നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അടക്കം പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് വേറെ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും ഒരു സ്റ്റോക്കിൽ ഒരു പക്ഷേ ഒരു 2 വർഷം 3 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കുറച്ച് കൂടുതൽ പീരീഡ് എടുത്തു എന്നുണ്ടെങ്കിലും അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അതിലധികം റിട്ടേൺ നൽകാനായിട്ട് ചിലപ്പോൾ 1 വർഷം പോലും എടുക്കില്ല. അപ്പോൾ ഒരു ആവറേജ് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പീരീഡ് നമുക്ക് ഇപ്പോൾ ഒരെണ്ണത്തിൽ കൂടിയെന്നുള്ളത് കോമ്പൻസേറ്റ് ചെയ്ത് മറ്റ് സ്റ്റോക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ മറ്റൊരു സ്റ്റോക്കിൻ്റെ കൂടെ എൻ്റെ അടുത്തൊരു ഡിസ്കഷൻ കഴിഞ്ഞ ആഴ്ച വന്നൊരു സ്റ്റോക്കാണ് ടെക്സ് റെയിൽ എന്നുള്ള കമ്പനി. ടെക്സ് റെയിൽ എന്നുള്ള കമ്പനി ആ ക്ലയൻറ്റ് വാങ്ങിയിരുന്നത് 265 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു കറക്ഷനിലൂടെ പോയി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 122 ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഒരു റെയിൽവേയുടെ സ്റ്റോക്കുകളുടെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനൊപ്പം വളരെ നല്ല രീതിയിൽ പോയൊരു റാലി ചെയ്തതിന് ശേഷം റെയിൽവേ സ്റ്റോക്കുകളിലൊക്കെ ഒരു കറക്ഷൻ നടന്നപ്പോഴാണ് ഈ സ്റ്റോക്കും കറക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI ഇപ്പോൾ 40 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഓവർ സോൾഡാണ് ഈ സ്റ്റോക്ക് എന്നുള്ള ഒരു സിറ്റുവേഷൻ കാണാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് RSI ലെവലിൽ എത്തുമ്പോൾ നമുക്കറിയാം ഒരു ഫിയർ സിറ്റുവേഷനിലായിരിക്കും, എങ്ങനെയെങ്കിലും സ്റ്റോക്ക് വിറ്റ് മാറണമെന്നൊരു നമ്മളൊരു സൈക്കോളജിക്കലി അങ്ങനെ ഒരു മൂഡിലേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് RSI 30ക്ക് അടുത്തൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ക്വാർട്ടർലി റിസൾട്ട്സ് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി 64.6 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24 ക്വാർട്ടറിൻ്റെ നോക്കുമ്പോൾ 72.9 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതൊരു ആക്ച്വലി ഈ ക്വാർട്ടറുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 11.3% ഡിപ്പ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതേസമയം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്വാർട്ടറിനെ നോക്കുമ്പോൾ ജൂൺ 25 ക്വാർട്ടറിന് 30 ക്രോർസിൻ്റെ പ്രോഫിറ്റായിരുന്നു കമ്പനി ടെക്സ്മാക്കോ ഡിക്ലെയർ ചെയ്തെന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 64 ക്രോർസിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റോക്ക് ഒരു കുറച്ച് കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ടൊരു മോശം പെർഫോമൻസിലൂടെ കടന്നു പോയതിന് ശേഷം ഇപ്പോൾ റീബൗണ്ട് ചെയ്ത് വരികയാണ് പെർഫോമൻസ്. ആ ഒരു സമയത്തിൻ്റെ ഒരു ലാഗാണ് ഇപ്പോൾ വരുന്നത്. പ്രൈസ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ പെർഫോമൻസ് നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണെന്ന് നമുക്കിതിൽ കാണാൻ സാധിക്കും.
അതിൽ കമ്പനിയുടെ മറ്റ് സ്ട്രെങ്ത്തുകൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് 111.11% ആണ് കഴിഞ്ഞ 3 വർഷത്തെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷത്തെ റവന്യൂ ഗ്രോത്തും 37.7 ക്രോർസിൻ്റെ 37.7% റവന്യൂ ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ PG റേഷ്യോ 0.56 ആണുള്ളത്. കമ്പനിയുടെ ഒരു എഫിഷ്യൻറ്റ് ക്യാഷ് കൺവെർഷൻ സൈക്കിളുണ്ട്. 20.39 ഡേയ്സിൻ്റെ ക്യാഷ് കൺവെർഷൻ സൈക്കിളുള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ലിക്വിഡിറ്റി പൊസിഷൻ വളരെ ഹെൽത്തിയാണ്. കറണ്ട് റേഷ്യോ 2.36 നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു വളരെ നല്ല ലിക്വിഡിറ്റി പൊസിഷനുള്ള ഒരു കമ്പനിയാണ് ടെക്സ്മാക്കോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡിംഗ് സമ്മറി എടുക്കുമ്പോൾ പ്രൊമോട്ടർ 48.3% ഹോൾഡ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ഒരു 5.2%, 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7% ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടെക്സ്മാക്കോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ഹിസ്റ്റോറിക്കൽ ഹോൾഡിംഗ് എടുക്കുമ്പോൾ പ്രൊമോട്ടറുടെ ഹോൾഡിംഗ് കഴിഞ്ഞ 5 ക്വാർട്ടറിലും 48.1 സെപ്റ്റംബറിലും ഡിസംബറിലും ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് മാർച്ചിലൊരു 48.3 ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഡിപ്പ് പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു കുറവ് മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്മാക്കോയുടെ നമ്പർ ഓഫ് ഷെയർസ് ഈ കമ്പനിയിലുള്ളത് നമുക്ക് നോക്കുമ്പോൾ 40.69 ക്രോർസിൻ്റെ ഷെയർസാണ്, നമ്പർ ഓഫ് ഷെയർസാണ് കമ്പനിയിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ ഹോൾഡിങ്ങിലൊക്കെ ഉള്ളത് ഒരു 5000 ഷെയർസൊക്കെ ആയിരിക്കും നമ്മൾ മാക്സിമം ഉണ്ടാവുക അല്ലേ. പക്ഷേ ഇതിൽ ഈ കമ്പനിയുടെ പ്രൊമോട്ടറിൻ്റെ 48% ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2300 ക്രോർസിൻ്റെ ഹോൾഡിംഗ് ആണ് പ്രൊമോട്ടർക്കുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊമോട്ടറുടെ ആ ഒരു പ്രഷർ ഇപ്പോൾ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രഷർ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും 250 ലെവലിൽ നിന്ന് വരെ പോയിരുന്ന സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ വാല്യൂ 122 ലെവലിലേക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ആ ഒരു പ്രഷറിനെ എടുക്കുകയാണ്. കാരണം ആ കമ്പനിയുടെ ഗ്രോത്ത് വരും ദിവസങ്ങളിൽ വരും എന്നുള്ളതും അതുവരെ അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതുമാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ ടെക്സ്മാക്കോയും ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത് ഞാൻ വോറൻ ബഫയുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റുള്ള ഒരു കോട്ടാണ് ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, അതുപോലെ തന്നെ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളത്. അത് നമ്മൾ RSIയുടെ കോട്ടായിട്ട് ഞാൻ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ വക ഒരു കോട്ടായിട്ട് പറയുകയാണെങ്കിൽ ബി ഗ്രീഡി വെൻ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഈസ് അറ്റ് 40 എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം RSI 40 ലെവലിൽ എത്തുന്ന ആ സമയത്ത് ഒരു സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന സ്റ്റോക്ക് വിൽക്കുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ സ്റ്റോക്കിന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ആ സ്റ്റോക്ക് നല്ല രീതിയിലേക്കുള്ള പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ വിറ്റ് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററാണ് RSI. പക്ഷേ നമ്മൾ നല്ല കമ്പനികളിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ള കമ്പനികളിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാണിങ്ങോട് കൂടി വേണം ഇത് അപ്ലൈ ചെയ്യാൻ എന്ന് മാത്രം. ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ള സീരീസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഈ കോവിഡിൻ്റെ ഒരു പീരീഡിലാണ്. ആ ഒരു സമയത്ത് പലപ്പോഴും പല സ്റ്റോക്കുകൾ ഒരു ബീറ്റ് ആൻഡ് ഡൗൺ ലെവലിലൊക്കെ എൻ്റർ ചെയ്ത് പല സ്റ്റോക്കുകളും ഈവൻ ഫ്യൂ മന്ത്സിനുള്ളിൽ തന്നെ 100-200% ഒക്കെ പ്രോഫിറ്റ് നേടാനായിട്ട് എല്ലാവരും സഹായിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഡയമണ്ട് പിക്ക് സീരീസിൽ ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ ക്ലയൻസിന് സാധിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള വോറൻ ബഫെ ആണെങ്കിലും ഇന്ത്യയിലെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയിട്ടുള്ള രാകേഷ് ജിഞ്ചുവാലെ ആണെങ്കിലും ഒക്കെ ഇവർ ഫോളോ ചെയ്യുന്നത് ഒരു മാർക്കറ്റിൻ്റെ മോശം സൈക്കിളുകളിൽ നല്ല സ്റ്റോക്കുകളെ വാങ്ങാൻ പരമാവധി ശ്രമിക്കും. അതിനുശേഷം നല്ല വലിയ റാലികളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരുമ്പോൾ ആ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതല്ല ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈക്കിളിൽ അപ്പോൾ നമ്മൾ കണ്ടതാണ് ഡിമോണിറ്റൈസേഷൻ്റെയോ അല്ലെങ്കിൽ കോവിഡിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോ സമയത്തും
മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ സമയത്ത് അവർ ആ സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നില്ല, അവരത് സ്റ്റോക്കുകളെ അവർ ഹോൾഡ് ചെയ്യുകയാണ്. അല്ല ഇപ്പോൾ നമുക്ക് ഈ ഡയമണ്ട് പിക് സീരീസിൽ ഞാൻ റിസർച്ചിൽ ഞാൻ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്തും പല സ്റ്റോക്കുകളും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബ്രിട്ടാനിയ പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ ജീവിതത്തിലൊക്കെ ഇരിക്കുന്ന ആ സമയത്ത് റെക്കമെൻഡ് ചെയ്ത് ആ സ്റ്റോക്കിനെയൊക്കെ ഒരു 600 ലെവലിലൊക്കെ എൻട്രി ചെയ്തിട്ടതിന് ശേഷം ഇപ്പോൾ ആ സ്റ്റോക്കൊക്കെ 5000 മുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ഈവൻ MCXും അല്ലെങ്കിൽ BSE ഒക്കെ നമ്മൾ പല മടങ്ങ് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ക്ലയൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആരും ഒരിക്കലും പ്രതീക്ഷിക്കരുത് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മൂവ് ചെയ്യുകയും എപ്പോഴും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എന്നുള്ളൊരു കാര്യം. നമ്മൾ ഡൗൺ ട്രെൻഡ്സ് ഉണ്ടാകും. ആ ഒരു പീരീഡിനെ എങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ പേഷ്യൻസോട് കൂടി ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിലേക്ക് ആകുന്നു എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ എന്നുള്ളൊരു പ്രോസസ്സിനെ മൊത്തത്തിൽ സ്പോയിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ പോർട്ട്ഫോളിയോനെ ചേൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ എക്സിറ്റ് ചെയ്യുകയോ ചെയ്യരുത്. ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് റെക്കമെൻഡേഷൻ എടുക്കുന്ന ക്ലയൻസ് എപ്പോഴും ആ സ്റ്റോക്കിൻ്റെ പ്രൊമോട്ടർ എങ്ങനെയാണ് ആ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പല സ്റ്റോക്കുകളിലും പല കമ്പനികളിലും ഒരു 50%-ലധികം പ്രൊമോട്ടറായിരിക്കും പലപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ കോടിക്കണക്കിന് കമ്പനിയുടെ ഷെയർസ് ഉണ്ട്. ആ സ്റ്റോക്ക് പലപ്പോഴും ആ കമ്പനിയുടെ ആ ഷെയർസിൻ്റെ വില 2000 3000 ക്രോസിലധികമൊക്കെ വാല്യുവേഷൻ ഉണ്ടായിരിക്കും, ഈവൻ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ തന്നെ. അപ്പോൾ ആ ഒരു വാല്യുവേഷനുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയും അത് ചിലപ്പോൾ 32% 40% ഒക്കെ താഴേക്ക് പോകുമ്പോഴൊക്കെ അവർ അനുഭവിക്കുന്ന പ്രഷർ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ കമ്പനിയുടെ അവരുടെ പ്രൊമോട്ടർ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ആ കമ്പനിയെ കൂടുതൽ സക്സസ്സിലേക്ക് മാർക്കറ്റിൻ്റെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന് വിജയിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് ഹോൾഡ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും ഈ 1000 crores അല്ലെങ്കിൽ 2000 crores ഒക്കെ തന്നെ 5000 or 10,000 crore എത്താനായിട്ട് അവരെ സഹായിക്കുന്നത്. അവർ നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ആണ്. ഈ സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ M&M ഫിനാൻഷ്യൽസ് 5% ഉയർന്നും, രാഷ്ട്രീയ കെമിക്കൽസ് 4% ഉയർന്നും, പതാഞ്ജലി ഫുഡ്സ് 4% ഉയർന്നും, സുന്ദരം ഫിനാൻസ് 3% ഉയർന്നും, SBI കാർഡ്സ് 3% ഉയർന്നും, ഇൻഡസ് ടവേഴ്സ് 3% ഉയർന്നും, PTC ഇൻഡസ്ട്രീസ് 3% ഉയർന്നും, ചോളമണ്ഡലം 3% ഉയർന്നും, ശ്രീറാം ഫിനാൻസ് 3% ഉയർന്നും, ഹിമാദ്രി സ്പെഷ്യാലിറ്റി 3% ഉയർന്നും, മാരിക്കോ 3% ഉയർന്നും, L&T ഫിനാൻസ് 3% ഉയർന്നും, ആദിത്യ ബിർള ക്യാപിറ്റൽ 2% ഉയർന്നും, മുത്തൂറ്റ് ഫിനാൻസ് 2% ഉയർന്നും, SBI 2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10,403.6 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,785.4 crores ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 20th November നിഫ്റ്റി ക്ലോസ് ചെയ്തത് 26,202 1st December നിഫ്റ്റി 27 points താഴ്ന്നും, 2nd December 143 points താഴ്ന്നും, അതിനുശേഷം 3rd December 46 points താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 4th December 47 points ഉയർന്നും, 5th December 142 points ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും ക്ലോസിംഗ് ലെവൽ 26,186 ആയിരുന്നു. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ ജസ്റ്റ് 16 points ലോസോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും കഴിഞ്ഞ ആഴ്ചയിൽ ട്യൂസ്ഡേയിൽ 26,325 എന്നുള്ളൊരു പുതിയ ലൈഫ് ടൈം ഹൈ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഡിസംബർ മന്തിലെ ആദ്യത്തെ ആഴ്ച ജസ്റ്റ് 16 points ലോസോട് കൂടി നമുക്ക് ഈ ഡിസംബർ മന്ത് ബിഗിനിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,647-ലും,
100 DMA വരുന്നത് 25,257ലും 50 DMA വരുന്നത് 25,632ലും 20 DMA വരുന്നത് 26,002ലുമാണ്. നമുക്ക് കാണാം ഈ വീക്കിലാണ് 26,325 എന്നുള്ള പുതിയ ലൈഫ് ടൈം ഹൈ കുറിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ലൈഫ് ടൈം ഹൈ വന്നിരിക്കുന്നത് 26,277ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് 26,134 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകൾ 26,377, 26,569, 26,935, 25,561 എന്നീ ലെവൽസാണ്. അതേസമയം 26,134 താഴെ സപ്പോർട്ട് ലെവലുകൾ 25,943, 25,699, 25,508, 24,951, 24,585 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,935ഉം ലോവർ റേഞ്ച് 24,585 ആയിരിക്കും. പിവറ്റ് പോയിന്റ് 26,134 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പാർക്ക് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് സൺഫാർമയിൽ നിന്ന് ഡീമർജ് ചെയ്തിട്ടുള്ള സൺഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി എന്നുള്ള ഈ കമ്പനി സ്പാർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബ്രേക്കൗട്ടോട് കൂടി 152ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് 152ന് മുകളിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആയ 170ലേക്ക് മൂവ് ചെയ്യും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് സ്പാർക്കാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്ലെറ്റ് ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് MCX ആണ്. ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 10,343ലാണ് MCX ക്ലോസ് ചെയ്തിരിക്കുന്നത്. MCX ഈ ലെവലിന് മുകളിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആയ 11,380ലേക്ക് മൂവ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്ലെറ്റ് ടെക്നിക്കൽ പിക്ക് MCX ആണ്. അടുത്ത റെസിസ്റ്റൻസ് 11,380 ആയിരിക്കും MCXന്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ബിർള സോഫ്റ്റ്, അശോക് ലൈലൻഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, AB ക്യാപിറ്റൽ, അതുപോലെ അൻഡം രസായൻ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഈ ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ തന്നെ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.